മറുനാടൻ മലയാളി എഡിറ്ററിനെയാണ് കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കം സജീവമാകുന്നുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണത്തിലാണ് ഈ പ്രതികളെന്ന് വ്യക്തമാവുകയാണ്. അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയും സജീവമാകുന്നു. തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാജൻ സ്കറിയ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആരോഗ്യനില തൃപ്തികരമാണ്. CPM സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളികൾ തുടരുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു പറയുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിന് ഇയാൾ ശ്രമിക്കുന്നത്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ ആക്രമിച്ചത് CPM പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ DYFI ഗുണ്ടകളാണ് എന്ന് വ്യക്തമാകുന്നു. ഷാജൻ സ്കറിയക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു. പഠിക്കുന്ന സമയത്ത് KSUV ആയിരുന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയ ക്വാറി മാഫിയക്കാരൻ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു. എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഇതോടെ ഇയാൾ CPIMകാരനായി മാറുകയായിരുന്നു. CPMന് വേണ്ടി എന്തും ചെയ്യുന്ന ക്വാറി ഉടമയുമായി. ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായ ബോണസ് കിട്ടിയത്. ഈ വ്യക്തിയെയാണ് ഷാജൻ സ്കറിയയെ ആക്രമിക്കാൻ CPM ചുമതലപ്പെടുത്തിയത്. താറിൽ ചേസിംഗും കാറിടിച്ച് മറിക്കാനുള്ള ശ്രമവുമെല്ലാം ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ക്വാറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് ഭാവിയിൽ വിശദീകരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കാണാം. നിയമവഴിയിൽ ഷാജൻ സ്കറിയയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് നിർണായകമാണ്. TP ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചു, എന്നാൽ കൊല്ലിച്ചവരെ ഇതുവരെയും പിടിച്ചിട്ടുമില്ല. ഇതിന് സമാനമായ അട്ടിമറി ഈ കേസിലും ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പുള്ളിക്ക് സമാനമായ വീട്ടുപേരാണ് ഉള്ളത്. എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറി ഉടമയാണ് ഷാജൻ സ്കറിയയെയും ആക്രമിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധവുമുണ്ട്. ഇടുക്കിയിലെ CPMന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റ സുഹൃത്താണ്. CPM പകയ്ക്കൊപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. കാർഡുകളിൽ കൈവയ്ക്കുന്ന ക്വാറി ഉടമയെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നതും വ്യക്തമാവുകയാണ്. മൊബൈൽ ഫോൺ പരിശോധനകൾ അടക്കം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരും. പക്ഷേ 6 പേരെ മാത്രം പിടിച്ച വ്യക്തിപരമായ ഗൂഢാലോചനയും പകയും ചാർത്തി കേസ് ഒതുക്കാനാകും ശ്രമിക്കുക എന്നതും വ്യക്തം. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി ഇടുക്കി മാങ്ങാട് കവലയിലാണ് ആക്രമണം നടന്നത്. പരിക്കേറ്റ ഷാജൻ സ്കറിയയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമല്ല. ഷാജന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷാജൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ CPMനെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാവ് യുവരാജ് ഗോകുൽ. തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷമെന്നായിരുന്നു വിമർശനം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അക്രമ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരം അധികകാലം വാഴില്ലെന്ന മുന്നറിയിപ്പും യുവരാജ് ഗോകുൽ നൽകുന്നു. ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയായിരുന്നു യുവരാജ് ഗോകുൽ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. CPIM വളരെ കാലങ്ങളായി ഉയരുന്ന അവകാശവാദമാണ് അവർ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നു എന്നുള്ളത്. വളരെ ശരിയാണ്. അവർ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നവരാണ്. പക്ഷേ അതവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി തന്റെ കീഴിൽ വളർത്തുന്ന യുവജന ഗുണ്ടകളെ വീണ്ടും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പറഞ്ഞുവിടുന്നത് എന്ത് അഹങ്കാരത്തിന്റെ പേരിലായാലും അത് അധികകാലം വാഴില്ല എന്ന് ഓർക്കുക. എതിർസ്വരങ്ങളെ സംഗീതം പോലെ ആസ്വദിക്കുന്നത് ആ സ്വരങ്ങൾ നിലവിളികളായി കേൾക്കുമ്പോൾ മാത്രമാണ് എന്ന് തോന്നുന്നു. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നത് CPIM മറക്കണ്ട. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ചാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയത്. DYFI സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത്. ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻ സ്കറിയ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത്. താർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻ സ്കറിയയെ പിന്തുടരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. വിവാഹവേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്ത് നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നതാണ് അദ്ദേഹം കരുതിയത്. അമിതവേഗത്തിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട്
കയറിയ ധാര ഷാജിൻ സ്കറിയയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച് മറിച്ചിടുകയായിരുന്നു. കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻ സ്കറിയ തന്റെ കാറിൽ വന്ന് ഇടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമല്ല എന്ന് വ്യക്തമാക്കി. അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി. ഇതിനിടയിലാണ് 6 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഷാജിൻ സ്കറിയയെ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്ത് ധാര പുറത്തു തന്നെ ഉണ്ടായിരുന്നു. CPM-നോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് സൂചന. ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറംലോകം അറിഞ്ഞിരുന്നു. CPM-ഉം ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ അതിവിശ്വസനായിരുന്നു ഇയാൾ. ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നിരുന്നു. സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി. ഇതിന്റെ പക CPM-ലെയും DYFA-യിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന. എന്തായാലും ഷാജിൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. പ്രതികരണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും AKG സെന്ററിൽ ഒളിപ്പിച്ചാലും എവിടെ ഒളിപ്പിച്ചാലും പ്രതിയെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് ഷാജിൻ സ്കറിയ.